പുതിയൊരു തട്ടിപ്പ്, അതായത് ഹവാല പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുന്ന സൈബർ തട്ടിപ്പ്, അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ബിഗ് ബോസ് താരം ബ്ലെസ്ലി അതിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റിലായിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇതിൽ കേന്ദ്ര ഇടപെടലുകളൊക്കെ ഉണ്ടായിരിക്കുന്നു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ബിഗ് ബോസ് താരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു 100 ദിവസം വീട്ടിൽ നിന്ന് 50 ദിവസം 25 ദിവസം കഴിഞ്ഞ് ഇവർ ഇറങ്ങുന്നു, പിന്നെ പലരെയും നമ്മൾ വെളിച്ചത്ത് പോലും കാണാറില്ല. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ഇവർ വലിയ വീട് വെക്കുന്നു, കുറെ വസ്തുക്കൾ വാങ്ങുന്നു, വലിയ വലിയ വില കൂടിയ കാറുകൾ വാങ്ങുന്നു, അങ്ങനെ പമ്പൻ രീതിയിലേക്ക് ഇവരുടെ സാമ്പത്തികം വളരുന്നു. ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവാത്ത തരത്തിലേക്ക് മാറുന്നു. ഇപ്പൊ ഇവിടെ ബ്ലെസ്ലിയുടെ കാര്യത്തിൽ അതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരിക്കും സൈബർ തട്ടിപ്പെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് സൈബർ ക്രൈം പോലീസ്, സൈബർ വിങ് ആണ് പോലീസിന്റെ. അപ്പോൾ ഓരോ സംസ്ഥാനത്തും സൈബർ വിങ്ങുകളുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്നറിയാം, വലിയ രീതിയിൽ ബാങ്കിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു, ഡിജിറ്റൽ അറസ്റ്റ് നടത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന OTP പറഞ്ഞു കൊടുക്കുമ്പോൾ പണം നഷ്ടപ്പെടുന്നു. ഇതൊക്കെ തന്നെ കേസുകളാണ്. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല രീതിയിലുള്ള അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഈ നെറ്റ്വർക്ക്, ഫോൺ നമ്പർ ഇതൊക്കെ തേടി പിടിച്ച് ചെല്ലുമ്പോൾ അതൊന്നിൽ ഛത്തീസ്ഗഡിലായിരിക്കും, അല്ലെങ്കിൽ മധ്യപ്രദേശിലായിരിക്കും, അല്ലെങ്കിൽ ബീഹാറിലായിരിക്കും. അവിടെ ചെന്നിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അവിടുത്തെ നിരക്ഷരനായ ഒരു കർഷകന്റെ ആയിരിക്കും, അല്ലെങ്കിൽ നിരക്ഷരനായ ഒരു തൊഴിലാളിയുടെ ആയിരിക്കും, അതല്ലെങ്കിൽ നിരക്ഷരനായ മറ്റേതെങ്കിലും മേഖലയിൽ പണിയെടുക്കുന്നവർക്കായും. അവരുടെ ഒന്നും തന്നെ അറിവിൽ ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. അപ്പോൾ അവരുടെ കയ്യിൽ ഈ ബാങ്ക് അക്കൗണ്ട് തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് കർശനമായ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകി. അതായത് രാജ്യത്തെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലാണ് ഫണ്ട് ഒഴുകിയെത്തുന്നത്. ഈ രീതിയിൽ ഒഴുകിയെത്തുന്ന ഫണ്ടിന്റെ ട്രാൻസാക്ഷൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നടത്തുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയിട്ട് അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം. ഇതാണ് നീക്കം. ഇപ്പോൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ഹവാല പണം ഉണ്ടല്ലോ. ഈ ഹവാല പണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും കണക്കിൽപ്പെടാത്ത കുറെ പണം ഉണ്ടാകും, അല്ലെങ്കിൽ കണക്കിൽപ്പെട്ട പണം ഉണ്ടാകും. ഇത് നമുക്ക് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അവിടെ കിട്ടുന്ന ഒരു പൈസ ഇപ്പോൾ ഒരു 50,000 രൂപയാണ് കിട്ടുന്നത്. അയാൾക്ക് അത് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഉടൻ തന്നെ അവിടുത്തെ ഒരു ഏജന്റിനെ കൊടുത്താൽ മതി. ഏജന്റിന് കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലുള്ള ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ നാട്ടിലുള്ള ആൾ 5 മിനിറ്റ് കൊണ്ട് ഈ പൈസ അയാളുടെ വീട്ടിലെത്തിക്കും. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്നാണ്. അപ്പോൾ ഇതിൽ 50,000 രൂപ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ 50,000 രൂപ അയച്ചാൽ 50,000 രൂപ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുകയാണ്. അപ്പോൾ ഇതിന്റെ ഇടനിലയ്ക്ക് ഇരിക്കുന്നവർക്ക് എന്താ ലാഭം? അതായത് നമ്മുടെ വീട്ടിൽ ഈ ഏജന്റ് കൊണ്ടുവരുന്നത് കള്ളപ്പണമാണ്. അതായത് കണക്കിൽപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്ന പണം ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ പേരിൽ ബാങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു 50,000 രൂപയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് 50,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വന്നതായിട്ട് വരും. ഇതാണ് ഈ ഹവാല തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹവാല പണം ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറ്റുന്നു. അതായത് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും അയാളുടെ മകനും ഒക്കെ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പാണ് പാകിസ്ഥാനിലെ അസിം മുനീറുമായിട്ട് ചേർത്ത് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യാന്തര തലത്തിൽ ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസി അല്ലെ ബിറ്റ് കോയിൻ ഇടപാടുകളിലൂടെ തട്ടിപ്പ് നടത്തും. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് രാജ്യാന്തര ബന്ധമുള്ള തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഇവരുടെ അന്വേഷണം ചെന്ന് നിന്നത് കംബോഡിയയിലാണ്. കംബോഡിയയിൽ നിന്ന് പിന്നെയും പോയപ്പോൾ ടിബറ്റ് ചൈന അതിർത്തിയിലുള്ള ചില കേന്ദ്രങ്ങളാണ്. കേരളത്തിൽ നിന്ന് തന്നെ ജോലി തേടി പോകുന്ന യുവാക്കളെ ഈ നേപ്പാൾ ചൈനീസ് അതിർത്തിയിലുള്ള ചില കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഫിഷിംഗ് കോളുകൾ വിളിക്കാൻ പറയും. ഫിഷിംഗ് കോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൈസ നിക്ഷേപിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് കോളുകൾ വിളിക്കും. ഈ തട്ടിപ്പ് കോളുകൾ വിളിക്കുന്ന കോൾ സെന്ററിലേക്കാണ് ഇവരെ നിയമിക്കുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ കേരളത്തിൽ നിന്ന് പോയവർ ഇത്തരത്തിൽ കോൾ സെന്ററിൽ കുടുങ്ങിപ്പോയി, അവരെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായതാണ്. അത്തരത്തിലുള്ള സെന്ററുകളുമായിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ കംബോഡിയ, ചൈന തുടങ്ങിയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഈ പണം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് രാജ്യാന്തര തലത്തിൽ വലിയ നേട്ടങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ പോലീസിന്റെ പേരിലൊരു കേസ് വരുന്നു. ഇവർ ഇതിന്റെ അന്വേഷണം നടത്തുന്നു. കേരളത്തിൽ ഏറ്റവും അധികം ഹവാല പണവും സ്വർണവും ഒക്കെ എത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, താമരശ്ശേരി, മുക്കം തുടങ്ങിയ മേഖലകളാണ്. സ്വാഭാവികമായിട്ടും കരിപ്പൂരിൽ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാലോ, അതും ഈ ഭാഗം കൊടുവള്ളിയിലാണ് വരുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണം വരുമ്പോൾ കൊടുവള്ളിയിലുള്ള ചില റാക്കറ്റുകളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു താരം, ഈ പറയുന്ന ബ്ലെസ്ലി അല്ലെ, ഈ താരത്തിന്റെ ഇടപാട് അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വരുന്നു. അത് നോക്കുമ്പോൾ ഇയാളിലേക്ക് എത്തിയത്, അതായത് ഈ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്കൊക്കെ ഒരു പ്രശസ്തി വരും. ഈ ബിഗ് ബോസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വേണ്ട, കുറച്ച് കാലത്ത് ലൈം ലൈറ്റിൽ നിന്നാൽ മതി. ഇയാളുടെ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് കൊണ്ട് ഇയാൾ മികച്ചതാകാം. ഇയാൾ അറിയപ്പെടുന്നത് റാപ്പ് ഗായകൻ. അങ്ങനെയാണോ ഇയാൾ ശരിക്കും റാപ്പ് ഗായകൻ? അങ്ങനെയൊന്നുമല്ല. മലയാള പാട്ടുകൾ ഒരുമാതിരി പാരഡിയാക്കി ആ ഒരു ലെവലിൽ കൊണ്ടുപോകണം. ശ്രദ്ധിക്കപ്പെട്ടില്ലേ? അതാണ് അവിടുത്തെ കാര്യം. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളെ ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ
അവരുടെ കണ്ണികളാക്കാനായിട്ട് വിളിച്ചെടുത്തു. പക്ഷെ ഈ ബിഗ് ബോസിന് ഇറങ്ങി കുറെ ആളുകൾ ഇയാളെ കാണാനില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിലായാലും ഈ മറ്റു താരങ്ങൾ സജീവമായി സീരിയൽ രംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് ഉള്ളതുപോലെ ഇയാളെ ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ 1-2 ഇന്റർവ്യൂസ് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കണ്ടിട്ടേ ഇല്ല. അതാണ് കാരണം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ വലവീശി പിടിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ഓഫർ തരുന്നു. അതായത് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം, അവിടെ നിന്ന് ചില ബാങ്കിങ് ട്രാൻസാക്ഷൻ ഇടപാടുകൾ നടത്താം. ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെ വിളിക്കും. അപ്പൊ നമുക്ക് പറ്റുന്ന ആളുകളാണോ നീ റാക്കറ്റ് ചിന്തിക്കും. അവരെ വീഴിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ആദ്യം ഇവർക്ക് വിദേശത്തെ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഓഫർ കൊടുക്കും. ഇപ്പോൾ സിംഗപ്പൂർ, മലേഷ്യ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്തുള്ള ചെലവ് കുറഞ്ഞ സഞ്ചരിക്കാനുള്ള രാജ്യങ്ങളാണ്. അത്തരം രാജ്യങ്ങളിലേക്ക് ഇവർക്ക് ടൂർ പാക്കേജ് നൽകുന്നു. അവിടെ നിന്ന് പണം കൊടുക്കുകയോ ഗോൾഡ് കടത്തുകയൊക്കെ ചെയ്യും. ഒന്ന് ടെസ്റ്റ് ചെയ്യും ഇവരെ വിശ്വസിക്കാൻ പറ്റുന്നവരാണോ. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവരെ ഉപയോഗിച്ച് അടുത്ത റാക്കറ്റിന്റെ പ്രവർത്തനം നീങ്ങും. അപ്പൊ ബ്ലെസ്ലി എന്ന് പറയുന്ന ബിഗ് ബോസ് താരം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തന്നെ അയാളെ വിശ്വസിക്കും. ബിഗ് ബോസ് കാണുന്ന ഒരാൾ ഇയാളുണ്ടോ, ഇയാളാണ് ഇതിന്റെ ഇടപെടൽ നടത്തുന്നത്, അതൊക്കെ വിശ്വസിക്കാം. അത്തരത്തിലുള്ള ഇടപാടുകൾക്ക് വേണ്ടി ബ്ലെസ്ലിയെ പോലെയുള്ള ബിഗ് ബോസിലെ പോലെയുള്ള താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്താനുള്ള ചില നീക്കങ്ങളാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ നടത്തിയ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ $ഡോളർ ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ USDT എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ $ഡോളറിന് തുല്യമായ ക്രിപ്റ്റോ കറൻസി കിട്ടും. ഇപ്പൊ ഒരു ദിവസം $ഡോളറിന്റെ വില ഇന്നതാണെങ്കിൽ അടുത്ത ദിവസം വില മാറും. ആ വില മാറുന്നതനുസരിച്ച് ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യവും മാറും. അതായത് ഇന്ന് ഇന്ത്യൻ റുപ്പിക്ക് 90 രൂപ കൊടുത്താലാണ് ഒരു ഡോളർ കിട്ടുക. അപ്പൊ രൂപയുടെ മൂല്യം ഇടിയുന്നു, പക്ഷേ ഡോളറിന്റെ മൂല്യം കൂടുന്നു. അപ്പൊ ക്രിപ്റ്റോ കറൻസിയിൽ ഇതിനനുസരിച്ചുള്ള ചേഞ്ച് വരും. ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി അല്ലെ ബിറ്റ് കോയിൻ ഒക്കെ തന്നെ ശേഖരിക്കുന്ന ഒരു റാക്കറ്റുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ബ്ലെസ്ലി വരുന്നു. ഈ ബ്ലെസ്ലി വരുമ്പോൾ ഇയാളുടെ ഒരു അക്കൗണ്ടിലേക്ക് പണം വന്നത് മലപ്പുറത്തുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. അയാളും അയാളുടെ അളിയനും കൂടെ 6 ലക്ഷം രൂപയോ മറ്റോ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ ഈ ട്രാൻസാക്ഷൻ വിദേശത്ത് നിന്നുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട ഇത്തരം ട്രാൻസാക്ഷനൊക്കെ കൃത്യമായിട്ട് സൈബർ വിങ്ങുകൾ നിരീക്ഷിക്കുകയും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമുക്ക് ഇത്തരം പരാതികളുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകാനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറുമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പേര് പരാതി നൽകുന്നു. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി വീട്ടമ്മമാര് അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പിടിച്ചെടുത്തിട്ട് പണം തട്ടുന്നുണ്ട്. OTP വരുന്നതെന്ന് പറഞ്ഞ് പണം തട്ടുന്നുണ്ട്. നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്ന പറയും, അപ്പോഴും പണം പോകും. കൂടാതെ നമ്മുടെ നാട്ടിലെ സ്കൂളിലെയും കോളേജിലെയും ഒക്കെ വിദ്യാർത്ഥികളെ പോയി കണ്ടുപിടിച്ചിട്ട് അവർക്ക് പേരിൽ പുതിയ അക്കൗണ്ടുകൾ രൂപീകരിക്കും. എന്നിട്ട് അവർക്ക് പോക്കറ്റ് മണി എന്ന നിലയിൽ കുറഞ്ഞ പൈസ കൊടുക്കും. എന്നിട്ട് ഇവരുടെ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഈ പണത്തിന്റെ കൈമാറ്റം നടത്തും. അങ്ങനെയുള്ള ഒരു രാജ്യാന്തര റാക്കറ്റിൽ അംഗമാണ് ഈ ബ്ലെസ്ലി. അപ്പൊ കേരളത്തിലേക്കും ഇത്തരത്തിലുള്ള രാജ്യാന്തര റാക്കറ്റുകൾ പിടിമുറുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം കേന്ദ്രത്തിൽ നിന്നും ആരംഭിക്കുന്നു. അതുകൊണ്ട് ഔദ്യോഗികമായി പോലീസ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നില്ല. ഈ ബ്ലെസ്ലി എന്ന് പറയുന്ന ആള് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ചെന്ന് നിൽക്കുമ്പോൾ ഇയാൾ ചൈനയിലാണ്. അപ്പൊ ചൈനയിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. അങ്ങനെ വരുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. വന്നിറങ്ങിയ ഉടനെ തന്നെ ഇയാളെ പൊക്കുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇയാളുടെ അറസ്റ്റ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഒരുപക്ഷെ വടക്കൻ മേഖലയിൽ DIG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടൻസ് അതിനുണ്ടെന്ന് ആലോചിച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള റാക്കറ്റുകളുടെ തട്ടിപ്പ്, പണം, ഇനി ഹവാല പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്ന പുതിയ സൈബർ തട്ടിപ്പ്, ഇതിന്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളവും വന്ന് വീഴുന്നു. കാരണം ഇനിയുള്ള കാലത്ത് ക്രിപ്റ്റോ കറൻസിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഇവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ലി ഒരു പ്രതീകം മാത്രമാണ്. ബിഗ് ബോസിലെ ഫെയിം കൊണ്ട്, പ്രശസ്തി കൊണ്ട് മാത്രം ഇവരുടെ കണ്ണിയാക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇവർക്ക് മുന്തിയ കാറുകൾ വരും, വീടുകൾ വരും. ഇവര് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇയാളെ വിശ്വസിക്കും. അല്ലെ? ബ്ലെസ്ലിയും ഇതുപോലത്തെ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. ഒരു പക്ഷെ ഇയാളെ പെട്ടുപോയതോ ഇയാളെ പെടുത്തിയതോ ഇനി അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടിയതോ ഒക്കെ ആയിരിക്കാം. പണം വരുമ്പോ മനുഷ്യന് കണ്ണ് മഞ്ഞളിക്കുമെന്നാണല്ലോ. ഏത് വഴിക്കും പണം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഇത്തരക്കാർ ഒന്ന് സൂക്ഷിച്ചോ. ഇനിയും ഇത്തരക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.